മുസ്തഫക്ക ആ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായി ബഹയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം? നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാ ഞാൻ ഈ വരുന്നത്. പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ? ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിങ്ങാക്ക പോലെയുള്ളതാണ്. മനസ്സിലായ? ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ? പെണ്ണ് തന്നെയാണല്ലോ, ഞങ്ങൾക്ക് പിടിക്കാണ്ട് വരൂല. ഏതാണെന്ന് പറഞ്ഞാ മതി. രണ്ടാം കെട്ടാ. കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട്. അത് മാത്രം ഇവിടെ പറയരുത്. ആയസ് ഒടുങ്ങും വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല. മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല. പേരക്കിടാങ്ങളെ താലോലിച്ച് നടക്കാൻ പ്രായമായ തനിക്ക് കക്കിരിപ്പിഞ്ച് പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ? മനസ്സിലായ? ഇറങ്ങണം. ഒരു 10 നിമിഷം താമസം തൊട്ടാ കയ്യിൽ കാശുകൾക്ക് വയറഞ്ച് ചായ കുടിക്കാം. ഒരു ചായ, 2 വാഴക്കപ്പം. ഒരു ചായ. എനിക്കൊരു ചായ മാത്രം മതി. ഒരു ചായ പറഞ്ഞിട്ട് നേരം എത്രേ? ഇങ്ങോട്ട് നോക്കി. ഇത് എന്തുകൂട്ടത് വാഴക്കപ്പോ? കോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത്, മട്ടൺ ഫ്രൈ, ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷയാ. വെറുതെ കിട്ടുന്നല്ലേ ഭയം, ഉണ്ടാകുന്ന അടിച്ചോ. നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്നത്. മുടിഞ്ഞ ഒരു ഏർപ്പാട്. അല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? കൊണ്ടുവാടാ വാഴക്കാപ്പം. എല്ലാരോടും താമസിക്കാൻ വന്നോണ്ട് സമയം ഇഷ്ട. സമയമായി പോവാ. വരട്ടെ. മാഷേ ആശാനെ ഒന്ന് ചവിട്ടി വിട്ടേക്കണേ. ശൈലജ പുറകെയുണ്ട്. എന്തുകൂട്ടുന്നത് സമയങ്ങളിൽ ബ്രാഞ്ചേട്ടാ. തള്ളല് തള്ളല്. കേറി. പോട്ടെ പോട്ടെ. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ നടക്കും എന്റെ കുഞ്ഞാനിക്ക. എന്താ ഇത്ര സംശയം? നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നോക്ക്. കളിക്കിട്ടാ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം. കിളി ബേജാറാകാതെ. ഒന്നുകൂടെ കാണട്ടെ ഫോട്ടോ. നേരിട്ട് കാണാൻ പോകുകയല്ലേ, പിന്നെന്തിന് ഫോട്ടോ? ഫോട്ടോ ഒന്നുകൂടെ കാണട്ടെ. ചെല്ലു പോ. എന്റെ മോനൊരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഓ, നിങ്ങളുടെ മോനൊരു പെണ്ണ് വേണം. മോന് വയസ്സെത്രയായി? 24. അപ്പൊ 18 വയസ്സുള്ള പെണ്ണ് വരെ ആകാമല്ലേ? വിരോധമില്ല. ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ട്. പറ്റുമെന്ന് നോക്ക്. എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ് ഞാൻ വിട്ടുകൊടുക്കൂല. നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണോ? എടാ, ഒരു പെൺകുട്ടിയായാൽ 1000 ആലോചനകൾ വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാ. നീ അല്പം മാറി നിൽക്ക്. ഇതെന്തുട്ട് ബിസിനസ് ആണിത്? എന്താ പറ്റുമോ? എടാ പാറുകാല, ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? എനിക്ക് പുതിയാപ്പള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത്? അപ്പൊ ഒരു സംശയം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മോന് പെണ്ണന്വേഷിച്ചു വരുന്നത്? ഞങ്ങളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ചു വരുമ്പോഴും കുഞ്ഞാനിക്ക ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും. അതാണ് കുഞ്ഞാനിക്കന്റെ കഴിവ്. കിളി പറഞ്ഞതാ അതിന്റെ സത്യം. പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ. മനസ്സിലായോ? ഇനി ഞാനിവിടെ വരട്ടെ. വേറെ ഉണ്ട്. വേണ്ട. എന്നാ പോ. കിളി കണ്ട് രസിച്ചു. ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും മുഷിച്ചിൽ തോന്നുന്നത്. ബാപ്പ ചെയ്ത തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ? ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി, എനിക്ക് വിരോധമില്ല. നീ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ്. ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശിയില്ല. വിവാഹം കഴിച്ച 6-ാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ 2ാം വിവാഹം കഴിച്ചു.
അവൾ 3 പ്രസവിച്ചെങ്കിലും കുട്ടികളാരും അധികകാലം ജീവിച്ചിരുന്നില്ല. 4ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കണം. സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കാരാ ഇനി പെണ്ണ് തരാൻ? ആ, പെണ്ണിനാണോ പഞ്ഞം? സാഹിബ് സമ്മതിച്ചാ മതി. പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. സാഹിബ് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല. അപ്പോ ഞാനതകട്ടെ. ആ, അല്ല, നാളെ ബക്രീദല്ലേ? ഓ, ഈ ബക്രീദൊക്കെ ആരോർക്കുന്നു? എനിക്ക് എന്നും ബക്രീദില്ല. നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം? നമുക്കിവിടെ കൂടാം. അങ്ങനെയാവട്ടെ, ഇൻഷാ അല്ലാഹ്. ആ, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? നീ വാ. പിന്നെ ഞാൻ ആ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ. അയാളിപ്പോ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അതിന് നമുക്കെന്താ? കെട്ടിച്ചു കൊടുക്കാൻ നമ്മുടെ പെൺകുട്ടികളില്ലല്ലോ. ഉണ്ടടി മറിയമ്മ, റംലത്ത് പെണ്ണല്ലേ? ഇതെന്ത് കൂത്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾക്ക് കിട്ടിയവനില്ലേ? കെട്ടിയോൻ എടി 3 മൊഴിയുടെ ബന്ധല്ലേ? അതങ്ങ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ. നെല്ലിക്കത്തളം വെച്ചാലേ ശരിയാവും. എല്ലാ വീടുകളിലും കമ്പിത്തിരിയും പൂത്തിരിയും. കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ കത്തിച്ചേനെ. നീ മനസ്സ് വയ്ക്കാത്തോണ്ടാ. നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മിടുക്കൊണ്ട് മാത്രമാവില്ല. സമ്മതിച്ചു, നിങ്ങളുടെ മിടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. എങ്ങനെ, കൊള്ളാമോ? തെറ്റില്ല. 2ാം കല്യാണാണ്. അപ്പോ ആദ്യ ഭർത്താവ്? അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് മൊയ് വാങ്ങി. ആ, അതിരിക്കട്ടെ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുരുക്കത്തില് കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന്. പെണ്ണേതാണെന്ന് പറഞ്ഞില്ല. എന്റെ മോള് തന്നെ, റംലത്ത്. ഓ,
അല്ല ഇതാരും നമ്മുടെ കിളിയല്ലേ? പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ പോലെ ആയില്ല. എന്ത് പറ്റി? നമ്മുടെ പഴയ കിളിയിലേക്കുന്നു. റൈറ്റ്. സുൽഫിക്ക പോയതോടെ ബസ്സിലെ ജോലി പോയി. ആകെ പരുവല്ല. ഒരു ചായ കടന്തരോ മാഷെ. ഇന്നൊരൊക്കെ നാളെ കട. അതാണ് ഇവിടുത്തെ നിയമം. ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടെ കൂടിക്കോ നമ്മുടെ ഒരു സഹായത്തിന്. നിന്നോ പകയാ, ശമ്പളവും കിമ്പളവും കിട്ടിയില്ലെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു മുട്ടും വരില്ല. വയറെപ്പോഴും വീപ്പക്കുറ്റി പോലെ കൊണ്ട് അടക്കാം. കിളിക്കതല്ലേ വേണ്ടൂ. ദേ ഇവിടെ ഈ ബെഞ്ചുമല്ലിരുന്ന് ആഹാരത്തിന് കുറ്റം പറഞ്ഞിട്ട് പോയത് ഓർക്കണ്ടോ? ഓശിന് നിന്നല്ലേ പരിചയം, അതിവിടെ നടക്കും. എന്നിട്ട് പണ്ടാരെങ്കിലും ആവട്ടെ, വേച്ചിട്ട് തല കറങ്ങുന്നു. ഒരു ചായ തന്ന്. കിളി സാറിന് ഒരു സ്പെഷ്യൽ. ഇപ്പൊ കിളിയല്ലല്ലോ, സാധാരണ മതി. ഒരു വട കൂടി. വട വേണ്ട. ആ ഇവിടുത്തെ ബില്ല് പറ. 10 രൂപ. സാറ് നാളെ വരണം. ആ ഡാ, ഇവനെ കൂടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോക്കോ. അരിശ്രീ തന്നെ തുടങ്ങിക്കോ. അരിശ്രീ. പിന്നെ അവൻ വിറകിന്റെ പരിപാടി. ആദ്യം അരിയാട്ടില്. ഡാ ചെല്ലേ. അരിയാട്ടിലാണ് എന്നെ കൊണ്ടുപോണത്. മേലെ അനങ്ങാതെ തിന്ന് ശീലിച്ചു പോയി. അതാ. മോളെ, എത്ര നാളെന്ന് കരുതിയിട്ടാ നീ ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുന്നു? എനിക്കൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അല്ല, നീ ഒന്നും കഴിച്ചില്ലേ? ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒരു നേട്ടം? ആ ഇബിലീസിന്റെ കുടുക്കിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്? അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ ബാപ്പാക്ക് കഴിയുമോളെ? വേണ്ട ബാപ്പ, ഇനി ഒരു കല്യാണക്കാര്യം ബാപ്പ എന്നോട് പറയരുത്. പറയണ്ടേ? കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാല് നിനക്കൊരു തുണ വേണ്ടേ? എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി വിഷമിക്കാതെ ചോറ് തിന്ന്. നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി ഞാൻ തന്നെ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. ഞാൻ സ്വീകരിച്ചു പോയി. തട്ടുണ്ടോ? നേരെ പിടിച്ചു. വേർക്കുന്നല്ല തട്ടൊക്കെ ഇടുന്നത് കാര്യം എന്തു മോളെ? സമയായി മോളെ, പുറപ്പെട്. വരൂ. ആദ്യമായ ഈ വീട് വിട്ടോൾ താമസിക്കുന്നത്. എന്റെ ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചി. ഇരിക്കുമോളൂ. കുടിക്കുമോളെ.
നിനക്ക് വേണ്ടി എന്തൊക്കെ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും ഞാനതൊരു നഷ്ടമായി കാണില്ല. ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് നീയാണ്. സത്യം? സത്യം. Ha ha ha.